എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞങ്ങളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തും തെറ്റാണെങ്കിലും കമന്റ് ചെയ്യണം. നിങ്ങൾ മോശമാണെങ്കിലും അല്ലേ എല്ലാവരും കമന്റ് ചെയ്യണം. അതെ അതെ അതെ. നമ്മുടെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണല്ലേ. നമ്മൾ കുറെ ആളായി ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്നിപ്പോ നമ്മൾ വന്നേക്കണ എന്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാ? ഡെലിവറി എക്സ്പീരിയൻസ്. സെക്കൻഡ് ഡെലിവറി. ഫസ്റ്റ് ഡെലിവറി ഭയങ്കര കോമഡി ആയിരുന്നു. കോമഡി ഇപ്പൊ കോമഡി ആയിട്ട് തോന്നുന്നു. അന്ന് കൊറോണ സമയത്ത് 2024 അതുപോലും ഓർക്കാൻ സമയമില്ല. അതായത് കൊറോണയുടെ പീക്ക് സമയത്ത് ഫെബ്രുവരിയിൽ കൊറോണ തുടങ്ങിയെങ്കിലും ഫെബ്രുവരി അവസാനത്തോടെ അല്ല പകുതിയോടെ തുടങ്ങിയെങ്കിലും നമ്മളൊക്കെ അത് സീരിയസ് ആയിട്ട് കണ്ടത് ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയി കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി പിറ്റേ ദിവസം കണ്ടാണ് ലോക്ക്ഡൌൺ. നമുക്കത് കൂടുതൽ എഫക്ട് ചെയ്തത്. നമുക്ക് കൊറോണ പീക്ക് എത്തി എന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്ക് എന്ത് അപകടം സംഭവിച്ചാലും നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ നമ്മൾ അതിന്റെ സീരിയസ്നെസ് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞത് മാർച്ച് 23 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു. എന്റെ ഡെലിവറി ഡേറ്റ് റൂമിൽ ചെന്ന് ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ ഓക്കെ ആയിരുന്നു. ഞങ്ങള് കൊച്ചിന് പ്രതീക്ഷയുള്ള ഹാപ്പിനെസ്സിൽ ഞങ്ങൾ കൊറോണയെ പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് വരില്ലല്ലോ എന്നുള്ള ചിന്താഗതിയാണ്. അത് കഴിഞ്ഞ് മാർച്ച് 23 എനിക്ക് ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്മിറ്റ് ആവുന്ന ഡേറ്റ് വന്ന് ഞങ്ങൾ നോർമലി എല്ലാവരും അഡ്മിറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി ഹാപ്പിയായി റൂം കിട്ടി. ഞങ്ങൾ റൂമിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ TV ഓണാക്കി. എന്നും ആ സമയത്ത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ട് അല്ലേ? ഡെയിലി എത്ര കൊറോണ കേസസ് ഉണ്ട്, നമ്മളെങ്ങനെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ എന്താണെന്നറിയില്ലല്ലോ. സത്യതാണ്. അപ്പോൾ 6:30 ഒക്കെ ആയപ്പോഴേക്കും മുഖ്യമന്ത്രി കൊറോണയുടെ പറഞ്ഞ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അപ്പോഴും നമ്മൾ സീരിയസ്നെസ് അറിയുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു അല്ലേ? ചെന്നപ്പോ ഉണ്ടായിരുന്നില്ല. നമ്മൾ അഡ്മിറ്റായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഡെലിവറിയുടെ കേസ് ആദ്യം പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് എനിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് തന്നെ ഒരു 3 o'clock ഒക്കെ ആയപ്പോഴേക്കും എന്നെ ഡെലിവറി റൂമിലേക്ക് മാറ്റി. 6 മണിക്ക് എനിക്ക് പെയിൻ വന്നു തുടങ്ങി. അപ്പോഴും സിസ്റ്റേഴ്സൊക്കെ പറയുന്നുണ്ട് കണ്ടീഷൻ ഭയങ്കര ഇതാണ്. എൻ്റെ കണ്ടീഷനല്ല അവർ പറയുന്നത്, ലോക്ക്ഡൗണിൻ്റെ കണ്ടീഷൻ. കാരണം അവർക്ക് ട്രാവലിങ് ഇതില്ല, ഡോക്ടേഴ്സിന് എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊണ്ട് അന്ന് എന്തോ 500 എന്തോ പേർക്കായി. ഞാൻ ഡെലിവറി റൂമിലായിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ് 500 പേർക്കായി. അപ്പം ഇനി ട്രാവലിംഗ് ഇല്ല, വണ്ടിയില്ല. അപ്പോഴും നമ്മൾ പുറത്തറിയുന്നില്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ അല്ല അന്ന് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്. നമ്മള് കൊച്ചു ജനിക്കുന്നതിനേക്കാളും മുമ്പ് ഒന്ന് മേടിക്കരുത് അത് നമുക്ക് പിന്നെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡെലിവറിയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് നോർമലായിട്ട് ഡോക്ടർ വന്നു, ട്രിപ്പ് ഇട്ടു. ഒരു 8 to 9 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല ഹെവി പെയിൻ വന്നു തുടങ്ങി. അപ്പോഴും സിസ്റ്റേഴ്സ് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. പുറത്തിങ്ങനെ വേസ്റ്റ് കണ്ടീഷനാണ്, നമുക്ക് ഇത്ര പെട്ടെന്നൊന്നും കാത്തിരിക്കാൻ പറ്റില്ല, 1-2 മണിക്കൂറിനുള്ളിൽ പെയിൻ വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യണം എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് നോർമലായിട്ടുള്ള കണ്ടീഷനാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും ഡെലിവറി റൂമിലില്ല. ഹോസ്പിറ്റലിലും നമ്മൾ ആരെയും കണ്ടില്ല അല്ലേ, ഒരു മനുഷ്യനെയും കണ്ടില്ലായിരുന്നു. എല്ലാവരും റൂമിൻ്റെ അകത്തായിരുന്നു, പിന്നെ തിരക്കില്ലായിരുന്നു. എനിക്ക് കറക്റ്റ് ഡേറ്റ് ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് 9:40 ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെലിവറി കഴിഞ്ഞു. നോർമലായിരുന്നു. 9:40 സംതിങ് 9:41 കറക്റ്റ് തൻവി ജനിച്ച ദിവസം നോർമൽ നമ്മൾ പക്ക ഹാപ്പിയായി. നമുക്കൊരു പെൺകുട്ടി എണീച്ച് നമ്മൾ ഹാപ്പിയായി, എല്ലാം നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടീനെ കിട്ടി, നമ്മൾ ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നതും ആ കൊറോണ ഉണ്ടപ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നതും. കാരണം നമ്മൾ കൊച്ചിനൊന്നും മേടിച്ചിട്ടില്ല, ഡ്രസ്സോ തുണിയോ. ഒരു 5 ഡയപ്പർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി നമുക്ക്. പിന്നെ കൊച്ചിന് ഡ്രസ്സില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡ്രസ്സ് ഉണ്ട്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കൊരു ഡ്രസ്സ് കിട്ടിയിരുന്നു. നമ്മളത്
ഇപ്പം ഏത് കൊച്ചിനായാലും നോർമലായിട്ട് കിട്ടുന്ന കൊച്ചിനായാലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇടിക്കും. എല്ലാവരുടെയും കണ്ടീഷനല്ല ഞാൻ പറയുന്നത്, ഒരു 50% എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. സാധാരണക്കാരിലുള്ള പിള്ളേരും ഉണ്ടാവും. എന്നാൽ പോലും മാറ്റിയിടാനൊരു ഡ്രസ്സില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ ആ ഡെലിവറി റൂമിലിട്ട ഡ്രസ്സ് വെച്ച് കുട്ടി ആ നൈറ്റും പിറ്റേ ദിവസവും കിടന്നെന്നുള്ളതാണ്. പിറ്റേ ദിവസം തന്നെ കിടക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലെ ഷോപ്പൊക്കെ അടച്ചു, പുറത്തുള്ള എല്ലാ ഷോപ്പിലേക്കും വിളിച്ചു ചോദിച്ചു, എല്ലാവരും ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ആസ്റ്റർ സൈമറിലായിരുന്നു എൻ്റെ ഡെലിവറി, അത് ഞാൻ പറഞ്ഞില്ല, സൈമറിലായിരുന്നു ഡെലിവറി. എന്നിട്ട് നമ്മൾ ആസ്റ്ററിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ആസ്റ്ററിൽ ഇങ്ങനെ അവരുടെ ഒരു ഷോപ്പിൽ 5 ഡ്രസ്സ് ഉണ്ട്, ഉള്ളി 5 ഡ്രസ്സ്, അത് വേണമെങ്കിൽ വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ഹോസ്പിറ്റൽ റിസ്കിൽ ഹോസ്പിറ്റലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്നു അല്ലേ, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾ ആസ്റ്ററിൽ പോയി 5 ഡ്രസ്സ് കളക്ട് ചെയ്തു. എന്നിട്ട് 5 ഡ്രസ്സും കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വണ്ടി ഇറങ്ങിയ സീനെന്ന് പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ വണ്ടി ഇറങ്ങിയത് അതിലും ഭീകരം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഭീകരാന്തരീക്ഷം. നമ്മള് സൈമറിൽ നിന്ന് നമ്മള് നോർത്ത് പറവൂര് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോ വരാപ്പുഴയില് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് കൊറോണ ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഭീകരത മനസ്സിലാക്കിയ നിമിഷമാണ്. അതായത് വരാപ്പുഴയില് ഒരു മനുഷ്യനും ഇല്ലാത്തൊരവസ്ഥ, വഴി പോലും ഒരു മനുഷ്യനില്ല, ഒന്നുമില്ല. അപ്പോഴാണ് നമുക്ക് ഈ ലോക്ക്ഡൌൺ എന്താണ്, ഇതാണ് ലോക്ക്ഡൌൺ, ഇങ്ങനെയാണ് ലോക്ക്ഡൌൺ. നമുക്ക് നമ്മുടെ ആദ്യത്തെ സംഭവം പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ പല ആരും ഹോസ്പിറ്റലിൽ വന്നില്ല, സ്വന്തക്കാര് വന്നില്ല, ആരും വന്നില്ല, വന്നില്ല, അങ്ങനെ ആരും വന്നില്ല. അത് കഴിഞ്ഞ് നമ്മള് വീട്ടിൽ വന്നിട്ട് നമ്മള് കൊച്ചിന് 28 വരെ എനിക്ക് തോന്നുന്നു 5 ഡ്രസ് ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിനല്ലേ. 28 വരെ ഒരു മനുഷ്യൻ കാണാൻ വന്നിട്ടില്ല. ഇല്ല നമ്മളെ 28 ദിവസമായിട്ട് ആരും ഒരു മനുഷ്യൻ കൊച്ചിനെ കാണാൻ വന്നത്. അതുകൊണ്ട് അധികം വലിയ കൊച്ചിനധികം ഇതൊന്നും. പക്ഷെ നമുക്കത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അന്ന്. നമ്മുടെ കൊച്ചു എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോയൊരു മാനസികാവസ്ഥ. ഒന്നാമത് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഡെലിവറിയുടെ എക്സ്പീരിയൻസ്, അതിന്റെ പെയിന്, അതിന്റെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ഇപ്പോഴാണ് ഡിപ്രഷൻ എന്നൊക്കെ പേര് വന്നതെന്ന്. അന്ന് നമുക്ക് അറിഞ്ഞൂടാ ഇതിനെപ്പറ്റി, അതിന്റെ പ്രശ്നങ്ങള്. പിന്നെ ഇപ്പൊ സെക്കൻഡ് ഡെലിവറി അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് കരയാൻ പോലും ഇതുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാളും പ്രശ്നം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഡെലിവറിക്ക് ഇതുപോലെ ഭീകരമായിട്ടൊരു പ്രശ്നം വന്നത് യുദ്ധമാണ്. യുദ്ധം ശരിക്കും പറഞ്ഞ യുദ്ധം ഇവിടെ പശ്ചിമേഷ്യയിലാണ് യുദ്ധവും ഇറാനും യുദ്ധം പേടിച്ചിട്ട് ഒരുപാട് ഡ്രസ്സുകൾ മേടിച്ച് വെച്ച് നമ്മൾ കൊച്ചിയിൽ. യുദ്ധം പേടിച്ചിട്ടില്ല, നമ്മുടെ ഫസ്റ്റ് ഡെലിവറിയിൽ തന്നെ നമ്മൾ നിശ്ചയിച്ചിരുന്നു ഇനി ആരെങ്കിലും ഡെലിവറിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ എസെൻഷ്യൽ കാര്യങ്ങൾ, അതായത് എല്ലാം മേടിച്ചു വെക്കണമെന്നല്ല പറയുന്നത്, ഒരു അത്യാവശ്യം കണ്ടീഷനിൽ വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കാതെ ഒരു കാരണവശാലും പോകരുത്. പഴമക്കാര് പറയുമായിരിക്കും മേടിക്കണം, പക്ഷെ നമ്മൾ ആ കണ്ടീഷൻ ഫേസ് ചെയ്തോണ്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ കുറെ ആഡംബരമായിട്ട് കുറെ മേടിക്കണം. ഇപ്പൊ കുറെ പേര് ഡെലിവറി ബാക്ക് വീഡിയോസ് നമ്മള് ഡീസൽ വരെ അടിച്ചിട്ട് വണ്ടിയിൽ ഡീസൽ വരെ കിട്ടാനില്ല എന്ന് പറഞ്ഞു, ഗ്യാസ് കിട്ടാനില്ല, ഭയങ്കര ഭീകരമായ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ സെക്കൻഡ് ഡെലിവറിയിലും ഞങ്ങളത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ഭയങ്കര ഭീതി പടർത്തുന്ന യുദ്ധം വന്നപ്പോൾ സിറ്റുവേഷൻ നമുക്ക് ഓർമ്മ. ആ ടൈമിൽ നമുക്ക് കൊറോണ വന്നെങ്കിൽ നമ്മൾ പേടിയില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഭയങ്കര കൂളായിട്ടാണ് ഡെലിവറിക്ക് ഞാൻ പോയത്. പക്ഷെ സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഭയമായിരുന്നു. ഭയം പ്രസവിക്കാനുള്ള ഭയമോ അല്ലെങ്കിൽ ഡെലിവറിക്ക് കയറ്റുമ്പോഴുള്ള ഭയമോ അല്ലായിരുന്നു. എനിക്ക് ഈ യുദ്ധം വന്ന് നമ്മളെ എഫക്ട് ചെയ്യോ, എന്റെ സെക്കൻഡ് പ്രഗ്നൻസിക്കും അങ്ങനത്തെ ടെൻഷനുകൾ ഉണ്ടായിരുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു അങ്ങനെ ടെൻഷനുകൾ ഉണ്ടായിരുന്നു, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സെക്കൻഡും അങ്ങനെ തന്നെ ആയി പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഓർത്തിട്ട്. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി പോലെ തന്നെ നോർമലായിരുന്നു സെക്കൻഡ് ഡെലിവറിയും.
എനിക്ക് തോന്നുന്നു 7 or 6 ഞാൻ ഡെലിവറി റൂമിൽ കയറി. ഒരു 9:12 ഞാൻ ഡെലിവറി കഴിഞ്ഞു. എൻ്റെ ഡെലിവറി ഗേള് തന്നെയായിരുന്നു, നിഹാര മനോജ്. ഞങ്ങൾ പിന്നീട് പരിചയപ്പെടുത്താം. നിങ്ങളുടെ കൊച്ചിനെ അങ്ങനെ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്തി. ഓൾറെഡി 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. 2 ഞാൻ ഷോർട്സ് ഇട്ടിട്ടുള്ളൂ, കൊച്ചിനെ റിവീൽ ചെയ്തിട്ടില്ല അധികം. ഇനി 28ന്റെ വീഡിയോ ആയിട്ടുണ്ട്, എല്ലാരും കണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു വീഡിയോസ് ഞങ്ങൾക്ക് രണ്ട് ഡെലിവറിക്കും ഇതുമാതിരി സെയിം സിറ്റുവേഷനിലുള്ള ടെൻഷൻസ് അനുഭവിക്കേണ്ടി വന്നു. ആൾക്ക് പ്രഗ്നൻസി കഴിഞ്ഞപ്പോ കുറച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇനിയും വരും. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ്, അതിന്റെ കണ്ടീഷൻസ് അറിയണമെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങളിപ്പോ സിമ്പിൾ ആയിട്ട് ഞങ്ങളൊരു ഇതാണ് പറഞ്ഞത്. ഇങ്ങനത്തെയൊക്കെ മുൻകൂട്ടി നമ്മൾ കാണണം. നമ്മൾ ഡെലിവറിക്കായാലും കല്യാണത്തിനായാലും എന്ത് ഫങ്ഷൻസ് വന്നാലും നമ്മൾ പഴമ ഓക്കെയാണ്, പഴമ ഫോളോ ചെയ്യണം, എല്ലാന്നല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മളെല്ലാം ഇന്ന് ചെയ്യാന്നുള്ള കാര്യത്തിന് ഇന്ന് എല്ലാം ചെയ്തു വെക്കാന്ന് വിചാരിക്കരുത്. നമ്മൾ കാലത്തിനനുസരിച്ച് കുറെയൊക്കെ മാറണം. നമുക്ക് പഴയ ഒരു ചിന്താഗതി കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ഇപ്പൊ പക്ഷെ ഓവറായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ബാക്ക് ചെയ്ത് കുറെ ഓവർ സാധനങ്ങൾ മേടിച്ചു കൂട്ടി വെക്കണം, അതില് കാര്യമില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് ഡെലിവറി തന്നെയാണെന്നല്ല എന്ത് കേസാണെങ്കിലും പ്രിപ്പയർ ആയിട്ട് നിൽക്കണം. അനുഭവം അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് പറയാം. ഒരു വീഡിയോയിൽ ഞങ്ങൾ വേറെ കുറച്ച് വീഡിയോസിലായിട്ട് പിന്നീട് വരാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ കഴിഞ്ഞ ഒരു യൂട്യൂബ് ഉണ്ടാകുന്നത്, അത് നമുക്ക് യൂട്യൂബ് നഷ്ടപ്പെട്ടു. ആ സ്റ്റോറി ഞങ്ങൾ പിന്നെ പറയാം. അപ്പൊ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത വീഡിയോ ബൈ.